മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ആനക്കയം ഡിവിഷനിൽ ഇത്തവണ UDF-നായി ജനവിധി തേടുന്നത് വനിതാ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. 2005-ൽ 23-ാം വയസ്സിൽ തദ്ദേശ പോരാട്ടത്തിനിറങ്ങി ജയിച്ച ഷാഹിന നിയാസിയാണ് 20 വർഷത്തിനു ശേഷം ജില്ലാ പഞ്ചായത്തിലേക്ക് പോരാട്ടത്തിനിറങ്ങുന്നത്. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു മത്സരത്തിനിറങ്ങുന്നതെങ്കിലും നാടും നാട്ടുകാരുമൊന്നും ഷാഹിന നിയാസിക്ക് അപരിചിതരല്ല. തന്റെ 23-ാം വയസ്സിൽ താനൂർ ബ്ലോക്കിലെ കാളാട് ഡിവിഷനിൽ നിന്നായിരുന്നു വിജയം. പിന്നീട് സംഘടനാ പ്രവർത്തനത്തിലായിരുന്നു ശ്രദ്ധ. ഇപ്പോൾ വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്. ആനക്കയത്തെ സ്മാർട്ട് ഡിവിഷനാക്കി മാറ്റുകയാണ് ഷാഹിന നിയാസിയുടെ ലക്ഷ്യം. ആനക്കയം ഡിവിഷനിൽ നമ്മളെ ജനവിധി തേടാൻ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് പാർട്ടി അങ്ങനെ ഒരു നല്ലൊരു സീറ്റിൽ എന്നെ കാൻഡിഡേറ്റായിട്ട് നിയോഗിച്ചതിൽ. റോബോട്ടിക്സിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്മാർട്ട് ഹെൽത്ത്, സ്മാർട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ്, സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ, സ്മാർട്ട് എഡ്യൂക്കേഷൻ, സ്മാർട്ട് ഗവേൺസ്, അപ്പോൾ എല്ലാം കൂടെ മിക്സായൊരു സംഗതി കൊണ്ടുവരണം എന്നല്ല ആഗ്രഹമുണ്ട്. ജയിച്ചു വരട്ടെ. UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് ആനക്കയം. കഴിഞ്ഞ തവണ 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗിലെ MK റഫീഖ ജയിച്ചത്. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് ഷാഹിന നിയാസി പറയുന്നു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.